ശുദ്ധജലക്ഷാമത്തിന് പരിഹാരം കാണാനുള്ള കോലുമാട് ശുദ്ധജല പദ്ധതിയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സർക്കാരിന് മുമ്പിൽ എത്തിയിട്ടില്ലെന്ന് മുരളി പെരുന്നെല്ലി എം.എൽ.എ. മണലൂർ, വാടാനപ്പള്ളി, ഏങ്ങണ്ടിയൂർ, വെങ്കിടങ്ങ്, മുല്ലശ്ശേരി, പാവറട്ടി എന്നീ പഞ്ചായത്തുകളിലെയും ഗുരുവായൂർ, ചാവക്കാട് നഗരസഭകളിലെയും കുടിവെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിനായി ചെക്ക് ഡാം സ്ഥാപിച്ച് വെള്ളം പമ്പ് ചെയ്യാനുള്ളതായിരുന്നു പദ്ധതി. എന്നാൽ പദ്ധതി യാഥാർത്ഥ്യമാക്കാനായി പരിശോധനകൾ നടന്നുവെന്ന് ഇറിഗേഷൻ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ടെങ്കിലും കൃത്യമായ ഒരു റിപ്പോർട്ടും സർക്കാരിലെത്തിയിട്ടില്ലെന്നും അടിയന്തരമായി പ്രപ്പോസൽ തയ്യാറാക്കി നൽകണമെന്നും എം.എൽ.എ. പറഞ്ഞു. ആ കുടിവെള്ള പ്രശ്നത്തിന് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ഈ എനാമാക്കൽ റെഗുലേറ്ററുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പഞ്ചായത്തുകൾ, ഗുരുവായൂർ മുനിസിപ്പാലിറ്റി തുടങ്ങിയിട്ടുള്ള തൊട്ടിപ്പുറത്ത് പഞ്ചായത്ത് പറയുമ്പോൾ മണലൂർ, വെങ്കിടങ്ങ്, മുല്ലശ്ശേരി, ഏങ്ങണ്ടിയൂർ, അരിമ്പൂർ ഇതൊക്കെ പെടുന്നതാണ്. ആ ഗുരുവായൂർ മുനിസിപ്പാലിറ്റി അടക്കമുള്ള പ്രദേശങ്ങളിലെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയാത്ത നിലയിൽ ഒരു ശുദ്ധജല സംഭരണി ഉണ്ടാക്കിക്കൊണ്ട് അവിടുന്ന് വെള്ളം പമ്പ് ചെയ്യാൻ ആവശ്യമായ ഒരു പദ്ധതി നിലയിലാണ് ഈ കോലുമാട് പദ്ധതി മുന്നോട്ട് വന്നത്. അതിൻ്റെ ഭാഗമായി നമ്മളിവിടെ നിൽക്കുന്ന ഈ സ്ഥലത്ത് അതിനാവശ്യമായ റെഗുലേറ്റർ കിട്ടി വെള്ളം സംഭരിക്കാനും ഇതിലേക്ക് ഉപ്പ് വെള്ളം കടക്കുന്നത് തടയാനും ആവശ്യമായ രൂപത്തിൽ നടപടി എടുത്തുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് തീരുമാനിച്ചത്. ഒരു ഡാമിലുള്ള വെള്ളം ഇവിടെ സംഭരിക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ്. പക്ഷേ ആലങ്കാരികമായിട്ട് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഒരു പി.ടി. ഡാമിൽ സംഭരിക്കാൻ കഴിയുന്ന വെള്ളം ഇവിടെ സംഭരിക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ പോലും ഇവിടെ ഈ പറയുന്ന പ്രദേശത്തൊക്കെ വെള്ളം കൊടുക്കാൻ കഴിയുന്ന, ശുദ്ധജലം സംഭരിക്കാൻ കഴിയുന്ന ഒരു മേഖലയാണ് ഈ കോലുമാട് മേഖല. അപ്പോൾ ആ മേഖലയിൽ ഇപ്പോൾ ഇവിടെ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ ആവശ്യമായ ഒരു നടപടി ഇതുവരെ വന്നിട്ടില്ല. അതിൻ്റെ പരിശോധനയൊക്കെ നടന്നു എന്നുള്ളത് ഇറിഗേഷൻ ഉദ്യോഗസ്ഥന്മാർ പറയുന്നുണ്ട്. പരിശോധന നടത്തി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിനടിയിൽ ടണൽ പോകുന്നുണ്ട്, മറ്റേതുണ്ട്, ഇതുണ്ട് തുടങ്ങിയിട്ടുള്ള കുറേ ന്യായം എന്ന് പറയാൻ കഴിയില്ല, ന്യായം എന്ന് ഞാൻ പറയണില്ല, അതായത് അങ്ങനെ പറയേണ്ടത്. അപ്പോൾ ആ ന്യായവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇത് പ്രായോഗികമല്ല എന്നാണ് പറയുന്നത്. ഇപ്പോഴാണ് പറയേണ്ടത്. എത്ര വർഷമായിരുന്നു അറിയാം. ഇതിൻ്റെ ഭാഗമായി ഇപ്പോൾ കോടതിയിലൊരു കോടതിയലക്ഷ്യ ഹർജി വന്നിട്ട് നേരിടുകയാണ് ആരും ഉദ്യോഗസ്ഥന്മാർ. ഞങ്ങളാരും നേരിടുന്നൊന്നുമില്ല, ഉദ്യോഗസ്ഥന്മാർ നേരിടുന്ന ഒരു ഇതിലേക്ക് വരികയാണ്. ഇത് പ്രായോഗികമാണെന്നുള്ള റിപ്പോർട്ട് ആദ്യം കൊടുക്കുന്നു, എന്നാൽ പ്രായോഗികമല്ല എന്ന് പിന്നീട് ഇത് കണ്ടുവന്നതിൻ്റെ ഭാഗമായിട്ടാണ് കോടതിയിൽ നിന്ന് ഈ നോട്ടീസൊക്കെ വരുന്ന സ്ഥിതിയിലുണ്ടായി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ ഈ പ്രദേശം പരിശോധിച്ചുകൊണ്ട് ഇത് ഇങ്ങനെ വന്നപ്പോൾ തൊട്ടപ്പുറത്ത് വേറൊരു ബദൽ പ്രപ്പോസൽ നമ്മൾ മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. ആ ബദൽ പ്രപ്പോസൽ വന്നപ്പോഴാണ് ഇപ്പോൾ പടിയൂരിൻ്റെ കാര്യം പറയുന്നത്. അത് കൊല്ലങ്ങൾ കുറിച്ചായി. ആ പറയണ സമയത്തൊന്നും പടിയൂർ ചിത്രത്തിലില്ല. ആ നിലയിൽ ഇപ്പോൾ ചില അന്ന് പറയാൻ അത് അന്ന് തന്നെ ഉപേക്ഷിക്കുമായിരുന്നല്ലോ. ഇപ്പോൾ വന്നുള്ളത് ഇതിൻ്റെ തൊട്ടു ഉയർത്തി അപ്സ്ട്രീമിൽ കുറച്ചുകൂടി നീങ്ങി ഒരു ഇത് കെട്ടാൻ കഴിയുമെന്നുള്ളതാണ്. അതിൻ്റെ വളരെ ഇരട്ടി ചിലവ് വരുന്ന വീതി കൂടുതലുള്ളതാണ്. അപ്പോൾ പ്രായോഗികമായി ഇത് എവിടെ നടപ്പാക്കാം, എങ്ങനെ നടപ്പാക്കാം, ഇതിൻ്റെ ബുദ്ധിമുട്ട് എന്താണ്, അപ്പുറത്തെ പ്രശ്നം എന്താണ്, ഇപ്പുറത്തെ പ്രശ്നം എന്താണെന്നുള്ള കൃത്യമായ ഒരു റിപ്പോർട്ട് സർക്കാരിൻ്റെ മുന്നിൽ വന്നിട്ടേ ഇല്ല. സർക്കാരിന് വേണ്ടി ഞാൻ പറയണത്, സർക്കാരിന് മുന്നിൽ വന്നിട്ടില്ല. അപ്പോൾ ആ സർക്കാരിന് മുന്നിൽ വരാത്ത ഒരു പ്രശ്നമാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. അടിയന്തരമായി ഈ കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി എവിടെയാണ് ഇത് ചെക്ക് ഡാം കെട്ടി ഇത് ചെയ്യാൻ കഴിയുന്നുള്ള കാര്യം, ചെക്ക് ഡാം അല്ല, ഒരു റെഗുലേറ്റർ തന്നെയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. അതിനുള്ള പ്രപ്പോസൽ അടിയന്തരമായിട്ട് ഇറിഗേഷൻ കൊടുക്കണം എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. കേരള എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ എം.എസ്. സുധ, ഡെപ്യൂട്ടി ഡയറക്ടർ ടി.വി. സിജി, അസിസ്റ്റന്റ് ഡയറക്ടർ കെ.കെ. നസീറ, ഇറിഗേഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ടി.ബി. സ്നിഷ, അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ.ആർ. ആര്യ, അഡ്വക്കേറ്റ് ഷാജി കോടങ്ങണ്ണത്ത്, റോബിൻ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. കോലുമാട് പദ്ധതിക്കായി റെഗുലേറ്റർ കെട്ടി വെള്ളം സംഭരിക്കാനും അതിലേക്ക് ഉപ്പുവെള്ളം കടക്കുന്നത് തടയാനും ആവശ്യമായ നടപടിയെടുക്കാൻ തീരുമാനമായിട്ടുണ്ട്.